നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വിജയ് ഫാൻ അല്ല. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോക്കകത്ത് മൊത്തം ഞാൻ വിജയിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നുണ്ടാവും. കാരണം അങ്ങേര് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ്. 2026 ഫെബ്രുവരി 19 അങ്ങേര് ഈ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിജയുടെ പുതിയ പടത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. എൻ നെഞ്ചിൽ കുടിയിരിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് വെച്ചിട്ടുള്ള സാധനമാണ് വന്നിരിക്കുന്നത്. സോ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ മില്യൺസ് ഓഫ് മില്യൺസ് വ്യൂവേഴ്സ് ആയി. 3 ദിവസമോ 4 ദിവസമായി. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ എപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ കുറേ വീഡിയോസ്, ഒരു 2 വീഡിയോസ് എടുത്ത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷമായിരിക്കും ഈ വീഡിയോ വരുന്നത്. എന്നാണേലും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ വിജയുടെ പുതിയ പടം റിലീസാകാൻ പോവാണ്. ജനനായകൻ 2026 ഫെബ്രുവരി 19 റിലീസിംഗ് ഡേറ്റ് കൊടുത്തേക്കുന്നത്. തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക് എന്നീ ലാംഗ്വേജിലായിരിക്കും വരിക. മ്യൂസിക് അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. വിനോദാണ് ഡയറക്ടർ. വിജയുടെ 69ാമത്തെ പടമാണ്. ബഡ്ജറ്റ് ഏകദേശം ഇപ്പൊ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ഡേറ്റ് അനുസരിച്ച് 300 കോടി രൂപയാണ് ഫിലിമിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ OTP റിലീസ് ആമസോൺ പ്രൈമിലായിരിക്കും വരിക എന്ന് പറയപ്പെടുന്നു. അതേ സാറ്റലൈറ്റ് കൊടുത്തിരിക്കുന്നത് സൺ TVക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ മലയാളം ആക്ട്രസായ മമിത ബിജു പടത്തിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുംബൈയിൽ നിന്നുള്ള പൂജയാണ് നടിയായിട്ട് വരുന്നത്. 2022 ബീസ്റ്റിലെ നടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അതുപോലെ തന്നെ നമ്മുടെ വില്ലൻ റോളിൽ എത്തുന്നത് മുംബൈയിൽ നിന്നുള്ള ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ്. പിന്നെ വരുന്നത് രേവതി. 23 വർഷങ്ങൾക്ക് ശേഷം വിജയായിട്ട് അഭിനയിക്കുന്ന ഒരു പടം വരുന്നുണ്ട്. രേവതി വിജയുടെ അമ്മയാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഗ്രൂമറുകൾ പറക്കുന്നുണ്ട്. എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് പടം ഇറങ്ങി കഴിയുമ്പോൾ അറിയാം. സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് പടത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ വിജയുടെ ബർത്ത്ഡേക്കാണ് ഈ സാധനം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിജയുടെ പുതിയ പടത്തിന്റെ ഒരു ടീസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു 4 സെക്കൻഡുള്ള ഒരു സാധനം അനിരുദ്ധിന്റെ മ്യൂസിക്കിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാം, നെഞ്ചിൽ കുടിയിരിക്കും മക്കളെ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് നിങ്ങളുടെ പുതിയ പാർട്ടിയുടെ ഒരു എന്താ പറയുക, ഒരു ക്യാച്ചി വേർഡാണ്. അത് നമ്മുടെ വിജയുടെ പാർട്ടിയുടെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2024 ഫെബ്രുവരി 2 വിജയുടെ പുതിയ പാർട്ടി വിജയ് അനൗൺസ് ചെയ്യുന്നത്. തമിഴ് വെട്ടി അഴകം എന്നാണ് നമ്മുടെ വിജയുടെ പുതിയ പാർട്ടിയുടെ പേരെന്ന് പറയുന്നത്. സോ വാട്ട് എവർ എന്ത് തന്നെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വിജയ് 19 നമുക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലുത് തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല. പിന്നെ ഇത് ഇത്രത്തോളം ഇതാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി ഇങ്ങനെ ഗ്രൂമേഴ്സ് പറയുന്നുണ്ട്, ചിലപ്പോൾ പടം ഉണ്ടാവുമെന്നും ചിലപ്പോൾ പടം ഇല്ലാവെന്നും പറയാം. എന്ത് തന്നെയാണേലും വിജയുടെ ലാസ്റ്റ് പടം എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ വിജയ് ഇതിനു ശേഷം പാർട്ടി പ്രവർത്തനത്തിലേക്ക് സജീവമായി ഇറങ്ങുകയാണ്. വിജയുടെ ലാസ്റ്റ് പടമായിട്ടാണ് നമ്മുടെ ജനനായകൻ എന്നതിനെ കുറിച്ചിട്ട് ഉള്ളൊരു സാധനം ഇറങ്ങാൻ പോകുന്നത്. പോലീസ് ഓഫീസറായിട്ടാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സോ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. ഞാൻ ഇത് പറയാം, പടം പൊട്ടയായിക്കോട്ടെ, പടത്തിനകത്ത് കഥാബേസ് ഒരു സാധനം ഉണ്ടാകണമെന്നില്ല. ഈ നമ്മുടെ തമിഴിലുള്ള പോലത്തെ പാസം എന്നിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പോലും റെക്കോർഡ് കളക്ഷൻ ദാറ്റ്സ് ഗ്യാരണ്ടിയാണ്. അവരുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതാണ്. വിജയുടെ ഏതെങ്കിലും ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം എന്താ പറയാ, കേരളത്തിലും അതേപോലെ തമിഴ്നാട്ടിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ റേഡി കൊടുക്കാൻ പറ്റുന്ന ഒരു പടമാണ് മോനെ വരുന്നത്. വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ട് തന്നെ അങ്ങ് മിന്നി കത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഉണ്ണി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അഖിൽ. 69ാമത്തെ പടമാണ് വിജയുടെ ഇപ്പം ഇറങ്ങാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു അവൻ 68ാമത്തെ പടം വരെ ഒരു 2 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത്രത്തോളം ഹാർഡ് കോർ ഫാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് വിജയുടെ. സോ അതേപോലെ കുറെ ആൾക്കാരുണ്ട്. എനിക്കറിയാം, വിജയ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു വിജയ് ഫാനല്ല, പക്ഷെ ഞാൻ വിജയുടെ ആ പടം ഞാൻ കാണും. കാരണം എനിക്ക് തന്നെ, ഞാൻ പടം കാണുന്നത് ഭയങ്കര കുറവായിട്ടുള്ള മനുഷ്യൻ. ഞാൻ OTT റിലീസ് മാത്രമേ പടം കാണത്തുള്ളൂ. തിയേറ്ററിൽ പോയി പടം കാണുന്നതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ എന്തിനും ഈ പടം എനിക്ക് കാണുന്നുണ്ട്. ഇതിന്റെ റിവ്യൂ അല്ലെങ്കിൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനെ വെച്ചിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ്, നമ്മൾ ഇഷ്ടമായിട്ടില്ല എന്നാലും ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. പടം ഇറങ്ങുമ്പോഴത്തേനും എന്നാന്ന് പറഞ്ഞാൽ ഒരു തരംഗം തന്നെ എല്ലാ മേഖലകളിലും യൂട്യൂബേഴ്സിന്റെ സൈഡിൽ നിന്ന് വൻ രീതിയിലുള്ള സാധനം ഉണ്ടാകും. ഫ്ലോപ്പ് ആകുക എന്നുള്ളതല്ല, പടം നന്നായിക്കൊള്ളണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ പടം ഇപ്പൊ സ്റ്റോറി ബേസ് ചിലപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞാലും
കളക്ഷൻ റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും. അങ്ങനെ പൊട്ടിപ്പോവില്ല അവന്റെ പടം. ഈ പടം എന്നാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്, പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം അത്ര മാത്രം ഫാൻ ബേസ് ആണ്. ഭ്രാന്ത് മേടിച്ചിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതാണ് വിജയ്ക്കുള്ള ഫാൻ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ പടം, വിജയുടെ പുതിയ പടം, നമ്മുടെ എന്താ പറയുക, അങ്ങ് ഒരു ഒരു ഭൂകമ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പടമായിരിക്കും ജനനായകൻ എന്ന് പറയുന്നത്. അതിനുശേഷം വിജയ് പാർട്ടിയിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ വിജയ് പാടിയ ഒരു പാട്ട് ഉണ്ടെന്ന് പറയുന്നത്, അതും വേറെ ലെവലിൽ ഹിറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല, കാരണം സമയമുണ്ടല്ലോ. 2026 19 റിലീസിങ് ഡേറ്റ് കൊടുത്തേക്കുന്നത്, ഫെബ്രുവരി. എന്തൊക്കെ തന്നെയാന്ന് പറഞ്ഞാലും വലിയൊരു വിപ്ലവം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ വിജയനെ കുറിച്ച് കുറച്ച് പൊക്കി പറയാൻ കഴിയും, കാരണം വിജയനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചെറുപ്പത്തിലെ വന്ന വിജയ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എന്താ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള രീതിയിലായിരുന്നു വിജയുടെ പടമൊക്കെ വരുന്നത്. ഞാനൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ഒരു ആ ഒരു ടൈപ്പ്. പിന്നെ എൻ്റെ മനസ്സിലേക്ക് വിജയുടെ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതിന് ഒരു പാട്ടെന്ന് പറയുന്നത് അവളെ കണ്ട് വന്നാല്, ഈ ഒരു പാട്ടാണ് ഇപ്പോഴത്തെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ വിജയുടെ കുറെ പാട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പറഞ്ഞാല്. പിന്നെ എന്റെ മനസ്സിലേക്ക് വിജയ് ആദ്യമായിട്ട് ഒന്ന് ഇടം പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈബിലേക്ക് വിജയിനെ കൊണ്ട് ആദ്യം കൊണ്ട് എത്തിക്കുന്നത് തുപ്പാക്കി അല്ലേ, അതന്നെ തുപ്പാക്കി എന്ന് തോന്നുന്നു. തുപ്പാക്കിക്കകത്ത് മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് വിജയുടെ ഒരു മറ്റേ പോക്കകത്ത് ഇങ്ങനെ വരുന്നൊരു ഇൻട്രോ സീൻ, അവിടം കൊണ്ടാണ് എനിക്ക് പേഴ്സണലി വിജയനെ ഞാൻ അറിയാൻ തുടങ്ങുന്നത്, വിജയുടെ പടങ്ങൾ കാണാൻ തുടങ്ങുന്നത്. പിന്നെ ഈ അടുത്തിറങ്ങിയ കുറെ പടങ്ങൾ, കുറെ പൊട്ടപ്പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമുക്ക് വലിയ ഇഷ്ടപ്പെടാത്ത കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വിജയിനെ ഞാൻ പറഞ്ഞല്ലോ, വിജയുടെ സ്റ്റാർ വാല്യൂ, അവന്റെ ഫേസിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം അവൻ എന്ത് അഭിനയിച്ചാലും, അവനൊരു പടത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, അവർ നായകനായിട്ടൊരു പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റോറി ബേസ് അല്ല നോക്കുന്നത്. സോ ഈ അജിത്തിന്റെ പടം ഇറങ്ങുന്ന പോലെയാണ്. അജിത്ത് എന്ന് പറയുന്ന സ്റ്റോറി ബേസ് അല്ല ആൾക്കാർ നോക്കുന്നത്. അജിത്തിനേക്കാളും എനിക്ക് തോന്നുന്നു സൂര്യനേക്കാളും ഒക്കെ ഫാൻസ് കൂടുതൽ വിജയിക്കാൻ തോന്നുന്നു. പക്ഷേ ഞാൻ സൂര്യ ഫാനാണ്, കാരണം എനിക്ക് ജിം ഒരു സാധനം, ആ ഒരു സാധനം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് പണ്ടൊക്കെ ഇഷ്ടം വിജയിനേക്കാളും എനിക്കിഷ്ടം സൂര്യനെ ആയിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു സിനാരിയോ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ആ ഒരു സമയത്ത് കുട്ടിക്കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി, ഒരു മാസി സാധനം കിട്ടുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഇഷ്ടം. അല്ലാണ്ട് ഇപ്പൊ ഞാൻ വിജയനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിവുകൾ വരുന്നു. ഒരു ലെജൻഡറി നടൻ തന്റെ കരിയർ പീക്ക് ഓഫ് ദ ലെവലിൽ വെച്ചിട്ട് നിർത്താൻ പോവാന്നുള്ള ഗ്രൂമറുകൾ പറക്കുന്നു, ഒഫീഷ്യലി അങ്ങനെ പറയുന്നു. അപ്പം ആ ഒരു ബേസിൽ നമ്മൾ ഉറപ്പായിട്ടും ഇപ്പൊ എന്താ പറയാ, നമ്മൾ മോഹൻലാലോ മമ്മൂട്ടിയോ ലാസ്റ്റ് പടം നിർത്താൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പം ഇത്രയും ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടണമെന്നില്ല, സീരീസ്ലി. കാരണം എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പക്ഷെ എനിക്ക് വിജയ് നിർത്താൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സ്നാനം, ഒരു മറ്റേ പെടപടപ്പ് കിട്ടി. ലാലേട്ടൻ മമ്മൂട്ടിയൊക്കെ ഒരു പടം ലെജൻഡറി ആക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ അഭിനയിച്ചിരിക്കുന്ന അത്ര പടം, ലാലേട്ടൻ 600 പടങ്ങളൊക്കെ മേലെ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നത്. പണ്ടത്തെയൊക്കെ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കാൻ തോന്നും ലാലേട്ടനൊക്കെ, അമ്മാതിരി സാധനമൊക്കെയാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് പിന്നെ കുറച്ച് ഈ ഉടായ്പ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വന്നിട്ടുള്ളത്, കാടി കയറി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഒബീസിലി എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഇച്ചിരി അങ്ങനെയാണ്. അപ്പൊ എന്നാണെങ്കിലും നമ്മുടെ വിജയ് അണ്ണന്റെ ജനനായകൻ എന്ന് പറയുന്ന പടം എത്രത്തോളം ഇമ്പാക്റ്റ് ആയിരിക്കും കൊടുക്കുന്നതെന്ന് നോക്കാം. മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ലാംഗ്വേജിലുള്ള ആക്ടേഴ്സിനെ അത്യാവശ്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ മലയാളവും തമിഴും നമുക്ക് തമിഴ് പെട്ടെന്ന് ഇച്ചിരിയോടെ അണ്ടർസ്റ്റാൻഡബിൾ ആണതുള്ളത് കൊണ്ടും നമുക്ക് തമിഴ് ആക്ടേഴ്സിനെ ഇച്ചിരി കൂടുതലായിട്ട് അറിയാൻ തോന്നുന്നു. ഇപ്പം എനിക്കൊരു ഇത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാണ്ട് ഞാൻ പറയുന്നത് ഒരു 90s അല്ലെങ്കിൽ ഒരു 20 ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പൊ നമുക്ക് തന്നെ എല്ലാവരും അറിയാം, എല്ലാ ലാംഗ്വേജിലുള്ള എല്ലാ ആൾക്കാരും അറിയാം. ഈവൻ ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ് ലാംഗ്വേജ് അല്ല, ആക്ടേഴ്സ് മൂവീസ് നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഒപ്പിക്കും തെറിച്ച് മണ്ടാരടങ്ങാൻ പോകുന്ന ഒരു പടമായിരിക്കും എന്ന് എന്റെ പറയുന്നു. അനിരുദ്ധ് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അനിരുദ്ധ് മ്യൂസിക് കൊടുത്ത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം വേറെ ലെവലിലൂടെ എത്തും. പിന്നെ ഒരു വിജയുടെ ഒരു ടിപ്പിക്കൽ സാധനങ്ങളുണ്ട്, വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ സാധനങ്ങളുണ്ട്. നമ്മുടെ ബീസ്റ്റിന്റെ അല്ല, നമ്മുടെ ലിയോയ്ക്കകത്ത് ആ ഒരു സാധനങ്ങൾ കുറെ വെട്ടി കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഇതിന്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പടത്തിന്റെ അകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിജയുടെ ഒരു ഫാൻ ബേസിനോടെ കൂട്ടി ഇളക്കി മറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പടമായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള കുറെ സാധനങ്ങളും
ഈ പടത്തിന്റെ അകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. സ്റ്റോറി ബേസിനേക്കാൾ ഉപരി അവൻ വിജയ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളോടെ കുത്തിക്കയറ്റിയിട്ടായിരിക്കും ഈ പടം ഇറങ്ങാൻ ഉള്ള ചാൻസ് ഉണ്ടാകുക കൂടുതലായിട്ടും എന്ന് തോന്നുന്നു. പിന്നെ ഇവൻ അപ്പൊ നമുക്കറിയാം വിജയ് പാർട്ടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ തന്നെ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഇറങ്ങുന്ന ഒരു പടം എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു ബേസ് ചെയ്ത് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണല്ലോ. പിന്നെ വേറെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു വിജയുടെ ഒരു സെൽഫി ഉണ്ടല്ലോ, മറ്റേ ഫാൻസിനെ വെച്ചിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഇപ്പൊ എടുത്തൊരു സെൽഫി, അതിന് വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലെവലില് സാധനം ആണെന്ന് തോന്നുന്നു. എന്താണേലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആയിട്ട് ഇതിന്റെ സാധനങ്ങൾ ഇങ്ങനെ റിലീസ് ആവുന്നല്ലോ. ഇനിയിപ്പോൾ അടുത്ത നമുക്കൊരു ടീസർ പ്രതീക്ഷിക്കാം, ഒരു സോങ് പ്രതീക്ഷിക്കാം. ഇതിന്റെയൊക്കെ ലെവൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അട്ടപ്പെട്ടല്ലേ ഫ്ലോപ്പായി മീൻസ് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 98% കുറവാണ്. വെറും 2% ചിലപ്പോൾ ഫ്ലോപ്പ് ആകാനുള്ള 2-3% ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. അത് വേറെ ഒന്നുകൊണ്ടല്ല, പടത്തിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, വിജയ് എന്ന് പറയുന്ന ആക്ടറിന്റെ സ്റ്റാർ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, പടം ചിലപ്പോൾ പൊട്ടുമായിരിക്കും, സ്റ്റോറി ബേസ് ചിലപ്പോൾ ഒരു കിണ ഉണ്ടാവില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ പൊട്ടം മിന്നാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പടമാണ് അവർ എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത്. സോ എന്നാണെങ്കിലും നമ്മുടെ വിജയുടെ പുതിയ പടം ജനനായകന്റെ ഒരു ടോട്ടൽ ഓർ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഓർ എക്സ്പെക്ടേഷൻ, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇത്രത്തോളമാണ് ഗൈസ്. ഞാൻ വലിയൊരു മാസീവ് സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഇളക്കമറക്കൽ, അത് ഇന്ന് എല്ലാവരും ഒന്ന് പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള സാധനം, ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് സാധനം ഉണ്ടാവും. തമിഴ്നാട്ടിലൊക്കെ നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ വിജയുടെ ഏത് പടം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സീനാണ്. വിജയുടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പണ്ട് വിജയുടെ ഒരു ഫാൻ ബോയും ഒരു പടം ഇറങ്ങിയപ്പം തന്റെ പോസ്റ്ററിൽ മറ്റേ പാലഭിഷേകം നടത്താനായിട്ട് കയറി കഴിഞ്ഞപ്പോൾ അതിന് മണ്ടേന്ന് വീണ് മരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. സോ അയാളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വിജയ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂസൊക്കെ ആയതാ. വീട്ടിലൊക്കെ പോയി ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഹെൽപ്പൊക്കെ ചെയ്ത് ഭയങ്കര സീനൊക്കെ ആയതാണ്. പിന്നെ വിജയുടെ ഫാൻസിനോട് പറയുന്ന ഒരു സാധനം, ന്യൂസുകാരെ പറയുന്നതാണ്, പറഞ്ഞൊരു സാധനമുണ്ട്, എൻ്റെ പടം 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ കാണുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ആ പൈസ ചാരിറ്റി ചെയ്യാനെന്നാണ് വിജയ് പറയാറുള്ളത്. പിന്നെ പറഞ്ഞ പോലെ അതുകൊണ്ടൊക്കെയാണ് തമിഴ്നാട്ടിലാണെങ്കിലും ഇത്രത്തോളം ജനമനസ്സിലേക്ക് ഇടം നൽകിയ ജനനായകൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാനത്തിലേക്ക് വിജയനെ കൊണ്ട് എത്തിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ വിജയ് മറ്റേ നമ്മുടെ മറ്റേ ഇതിന് പോര് നടന്നപ്പോൾ, മറ്റേ നമ്മുടെ ജല്ലിക്കെട്ടിൻ്റെ ഇഷ്യൂ നടന്നപ്പോഴൊക്കെ ആണെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ന്യൂസുകൾ ലീക്ക് ആയിട്ടും ഉണ്ടായിരുന്നു. മാസ്ക് ഒക്കെ വെച്ചിട്ട് വിജയ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പം വിജയുടെ കോർ ഫാനിന് ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ ഇതായിരുന്നു എന്ന് മനസ്സിലാകുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ജസ്റ്റ് റാൻഡം ആയിട്ട് നമ്മൾ വിജയനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ അറിയത്തില്ലാത്ത ആൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ബാക്കി എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതിന്റെ ബാക്കി എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പതുക്കെ പറയാം. ജനനായകൻ ഇറങ്ങാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഇടക്കായിട്ട് നമുക്ക് സാധനം സെറ്റ് ചെയ്യാം. എക്സ്പെക്ടേഷൻ, ഒരു സാധാരണ ഒരു പാവപ്പെട്ട സാധാരണ ഒരു മനുഷ്യൻ, ഒരു വിജയ് ഫാൻ അല്ലാത്ത ഒരു മനുഷ്യൻ, ഒരു വിജയിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സിന്റെ ഒരു ഹാർഡ് കോർ അല്ലാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ എക്സ്പെക്ടേഷൻ ഇത്രത്തോളമാണ് ഈ പടത്തെ കുറിച്ച്. അപ്പം ഒരു 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 നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു ഫാൻ ബോയിയുടെ ഒക്കെ പ്രതീക്ഷ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വേറൊരു സാധനമുണ്ട്, നമുക്ക് ഭയങ്കര ഇത് സന്തോഷമാണെങ്കിലും ഫാൻ ബേസ്ഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷമം വിജയുടെ ഫാൻസിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സിനിമയിൽ നിന്നും വിരമിക്കാൻ പോവാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാരണത്താൽ. പിന്നെ ലോകേഷ് ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകേഷ് മാസ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോവാണ് വിജയ് സമ്മതിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അറിയത്തില്ല, നടക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ വിജയ് പറയുന്നത് ചിലപ്പോൾ നടക്കാൻ ചാൻസ് വളരെ കുറവാണെന്നാണ്. അപ്പൊ ആ ഒരു വിഷമം വിജയുടെ ഫാൻ ബേസിനുണ്ട്, വിജയുടെ ഫാൻ ബോയ്സിനുണ്ട്.